വിദ്യാസാഗർ താങ്കളെ 8:30 ഒരു നിമിഷം പ്രൊഫസർ സ്റ്റാൻലി 8:30 വരെ ഉള്ളൂ വിദ്യാസാഗർ, അങ്ങനെയാണ് അറിയിച്ചത്. കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ താങ്കൾ? ഞാൻ ഒരു മിനിറ്റ് ഇത് പറഞ്ഞിട്ട് കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് അഹമ്മദ് സാറിന് എന്റെ പേര് അറിയില്ല, അയാളുടെ വായിൽ അത് എന്റെ പേര് ഉച്ചരിക്കാൻ വരുന്നില്ല. അങ്ങയുടെ സുഹൃത്ത് സുനിൽ വാടയാരോട് ചോദിച്ചാൽ അറിയാം. ഞാനും ആ ചാനലിൽ 4 ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്റെ പേര് വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്കുള്ള അങ്ങ് പറയുന്നത്. ശരി. അപ്പൊ ഈ ദേശീയത ദേശവിരുദ്ധത തമ്മിലുള്ള പ്രശ്നമല്ല ഇത്. പലസ്തീനിൽ ഇസ്രായേൽ എന്താ പ്രശ്നം? അപ്പോ അവരവിടെ പറയും ഇത് ദേശീയത പ്രശ്നമാണെന്ന് പറയും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ദേശീയത പ്രശ്നമാണ്. പിന്നെ ലണ്ടനിൽ ബോംബ് പൊട്ടിച്ചപ്പോ എന്താ പറഞ്ഞു? ദേശീയത പ്രശ്നമാണ്. അതല്ല പ്രശ്നം, ഇസ്ലാം എന്ന മതമാണ് പ്രശ്നം. ഇത് ആരെങ്കിലും ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ജനം ടി വി കാണുന്നുണ്ട്. അതിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളാണ് കൂടുതൽ, മറ്റുള്ളവർ കുറച്ച് കുറവാണ്. എന്നെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ജിഹാദികളും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ സാർ, ഇത് ബേസിക്കലി ആ റിലിജിന്റെ പ്രശ്നമാണ്. അതായത് ലോകത്ത് എവിടെ കൊണ്ടിട്ടാലും ഈ വർഗം മറ്റു വർഗങ്ങളോട് വഴക്കുണ്ടാക്കണം പെട്ടെന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, യൂറോപ്പിനെ പോലെ ചിന്താ സ്വാതന്ത്ര്യവും വെളിച്ചവുമുള്ള ഒരു നാട്ടിലേക്ക് ഇവര് കയറി ചെന്നപ്പോ അവിടെയും ബ്ലാസ്റ്റ് കൊണ്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. ആലോചിച്ച് നോക്കണം, നടു റോട്ടിൽ നിസ്കരിക്കുകയാണ്. അതായത് മതത്തെ ഞാൻ പറഞ്ഞോളൂ, ഞാൻ സാർ പറയാം, ഞാനിപ്പോ ഇറങ്ങും. മതത്തെ ഇത്രയധികം ദുരുപയോഗം ചെയ്യുന്ന മറ്റൊരു വിഭാഗമില്ല. ഇപ്പൊ അങ്ങ് പറഞ്ഞു മുസ്ലിം സ്ത്രീകള് തട്ടമിട്ടിട്ട് പുറത്ത് യോഗ ചെയ്യുന്നതാണ് ഇവരുടെ പ്രശ്നം, അത് പുരോഗമനമാണ്, MEC7 പുരോഗമനമാണെന്നാണ് ഈ അഹമ്മദ് സാർ പറയുന്നത്. നമുക്ക് കാണാം സാർ, ഞാനിവിടെ ഉണ്ടാവുമല്ലോ, അങ്ങ് ഇവിടെ ഉണ്ടാവും. നമുക്ക് കാണാം. ഞാനൊരു കാര്യം പറയാം, വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാം. ഈ MEC7 എന്താണ്, ഇതിന്റെ പിന്നിൽ ആരാണ്, അതിന്റെ പിന്നിലെ ഫണ്ടിങ് ഏജൻസി എന്താണ്? ഇപ്പൊ ഞാനൊരു കാര്യം, കോഴിക്കോട് ജില്ലയിൽ 2010-ലോ 2011-ലോ ആണെന്ന് തോന്നുന്നു, ഈ പോപ്പുലർ ഫ്രണ്ടുകാര് ഫ്രീഡം പരേഡ് നടത്താൻ തുടങ്ങി. ഫ്രീഡം പരേഡ് വലിയ പിന്നെ പാകിസ്ഥാൻ ആർമി വരുന്നത് പോലെ പിന്നെ ഓഗസ്റ്റ് 14 ഫ്രീഡം പരേഡ്. അപ്പോ ഫ്രീഡം പരേഡ് നടത്തുമ്പോ അതിന് പിന്നെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം 15-ാം തീയതി ജില്ലാ ഭരണകൂടം അനുമതി നൽകുകയൊക്കെ ചെയ്തതാണ് ആ സമയത്ത്. അപ്പൊ പലയിടങ്ങളിലായിട്ട് ആർച്ചുകൾ പ്രത്യക്ഷപ്പെട്ടു. ഖത്തർ കേരള ഫ്രറ്റേണിറ്റി, ബഹ്റൈൻ കേരള ഫ്രറ്റേണിറ്റി, UAE കേരള ഫ്രറ്റേണിറ്റി, പല ഫ്രറ്റേണിറ്റികളാണ്. ഈ ഫ്രറ്റേണിറ്റികൾ എന്താണ് ചെയ്യുന്നത്? ഇത് സത്യം പറഞ്ഞ ഫണ്ടിങ് ഏജൻസീസ് ആണ്. ഖത്തറിലുള്ള ചില ഭീകരാശയക്കാരും ഇവരും തമ്മിലാണ് ഫണ്ടിങ് ഏജൻസി, അല്ലെങ്കിൽ ബഹ്റൈനിലുള്ള ചില ഭീകര പ്രവർത്തകരും ഇവരും തമ്മിലാണ് ഫണ്ടിങ് ഏജൻസി. അപ്പൊ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഫണ്ടിങ്ങും ഒരു അജണ്ടയും ഉണ്ടെന്നുള്ളത് ഇസ്ലാമിനെ ലോകം മുഴുവൻ പഠിച്ച എല്ലാവർക്കും അറിയാം. അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരോടും പറയുകയാണ്. ഈ ബാംഗ്ലാദേശിൽ കത്തിയിരിക്കുകയാണല്ലോ, അവിടെയും ദേശീയതയാണ് പ്രശ്നം. ഇപ്പൊ പറയുമ്പോ ദേശീയത ദേശവിരുദ്ധ എന്ന് മാറ്റി നിർത്താമെങ്കിലും ബേസിക്കലി പ്രശ്നം എന്താണ്? അസഹിഷ്ണുതയുടെ നിറകുടമായൊരു മതത്തിന് മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവിക പ്രതികരണം മാത്രമാണത്. ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് വിധേനയും മെജോറിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് വിധേന പ്രവർത്തിക്കുന്ന സാറ് സമയമുണ്ടോ പോകുന്നതിന് മുമ്പ്? ഞാൻ മറുപടി ചോദിച്ചുള്ളൂ. അല്ല, അനിൽ സാർ പറയൂ. പറഞ്ഞോളൂ. ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടാം. സാറേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാണ് ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഭാഷ മാത്രമല്ല, എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമായ അന്നു മുതൽ ഭീകരവാദികളാണ്. ഇസ്ലാം മറുപടി പറയാം. ഭാഷ ഭാഷ മരിച്ചു. അവിടെ കുറെ പേര് കൂടി. ആരൊക്കെ കൂടി? തമിഴ്നാട്ടിൽ വലിയ പ്രസംഗം നടത്തി വലിയ കള്ളക്കുറിയിട്ട് നടക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സീമാൻ വരെ ഇയാളുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തു. സീമാൻ തമിഴ്നാട്ടിലെ. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഭാഷയാണ് പ്രശ്നമെങ്കിൽ ആ വ്യക്തിയെ പറ്റി പറയുമ്പോൾ എന്തിനാണ് മതത്തെ കൂട്ടിക്കുഴയ്ക്കുന്നതാണ് എന്റെ ചോദ്യം. വെറും ഒരു വിറക് കച്ചവടക്കാരനായിരുന്ന പിന്നീട് റിയൽ എസ്റ്റേറ്റ് ഏജന്റായി മാറിയ ഈ വ്യക്തി ലക്ഷണമൊത്തൊരു ഭീകരമായി ഇസ്ലാമിനെ പറ്റി പരസ്യമായി ഒരു പ്രസംഗത്തിൽ പിന്നെ നമ്മുടെ ജനാ കൃഷ്ണമൂർത്തി പറഞ്ഞതിന്റെ പേരിലാണ് ജനാ കൃഷ്ണമൂർത്തിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കുന്നത്. അതുപോലെ രാമഗോപാലിനെ ആക്രമിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ആരാണ് ആക്രമിച്ചത്? ഈ ഭാഷ ചെയ്തുകൊണ്ടിരുന്ന മരക്കച്ചവടത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലല്ല. പറയട്ടെ, ഭാഷ ചെയ്തുകൊണ്ടിരുന്ന മരക്കച്ചവടത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലല്ല, ഭാഷ ചെയ്തുകൊണ്ടിരുന്ന റിയൽ എസ്റ്റേറ്റ് തൊഴിലിനെ പറ്റി പറഞ്ഞതിന്റെ പേരിലല്ല ജനാ കൃഷ്ണമൂർത്തി ആക്രമിക്കപ്പെടുന്നത്. LK അദ്വാനിയെ ആക്രമിക്കാൻ നോക്കിയിട്ട് 200 പേരിലധികം ഇഞ്ചേർഡ് ആവുകയും 58 പേര് മരിക്കുകയും ചെയ്തത് ഈ ഭാഷകൾ വ്യക്തിപരമായി എന്തെങ്കിലും അലട്ടുന്ന പ്രശ്നം കൊണ്ടല്ല. അത് ഒരു ഹിന്ദുത്വ ശക്തി ഭരണത്തിൽ വരുന്നു എന്നതിന്റെ ചുരുക്കോട്ടല്ലേ. അപ്പൊ ഉക്കടത്തുള്ള അത്ര വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു വെറും
ഇഡിയോട്ടിക് അത്ര ലോക്കലായ ഒരു വ്യക്തിക്ക് ഇത്രയധികം ആംശം അമ്യൂണിഷൻ എവിടെ നിന്ന് കിട്ടുന്നു? എന്തിനു വേണ്ടിയാണ് ഭാഷയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിന് എന്തിനു പറയുന്നു അങ്ങനെ ചോദ്യത്തിന്റെ മുന അതിന് ഇതാണത്. അതായത് ഭാഷ അടക്കമുള്ള ആൾക്കാർ ഇസ്ലാമിനെ പറയുമ്പോഴാണ് പ്രകോപിതരാവുന്നത്. ഇപ്പോ ലോകമെമ്പാടും പിന്നെ യുക്തിവാദികൾ ഹിന്ദുമതത്തെയും ക്രിസ്തുമതത്തെയും തലങ്ങ് വിലങ്ങ് വിട്ട് വിമർശിക്കാറുണ്ട്. എന്താ അവർക്കൊന്നും ഇത് തോന്നാത്തത്? ഇപ്പൊ ഒരു പൊതുപ്രസംഗത്തിൽ പിന്നെ ഒരാൾ ഞാൻ പറയാണ് യേശു ക്രിസ്തുവിനെ പറ്റി പറയാണ്, ഉടനെ എന്റെ വീട്ടിലോട്ടൊരു ക്രിസ്ത്യാനികൾ വന്നിട്ട് പിന്നെ ബോംബ് പൊട്ടിക്കുന്നുണ്ടോ? അപ്പൊ മതവിമർശനത്തെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്ഥിതി ആ എസ് എ ഭാഷ എന്ന വ്യക്തിയിൽ ഉണ്ടാക്കിയത്, വെറും ഒരു വിറക് കച്ചവടക്കാരനെ AK-47 ഏന്തിച്ചത് അള്ളാഹുവും മുഹമ്മദും തന്നെയാണ്. ഒരു സംശയമില്ല. ആ ആശയങ്ങൾ ചെറുപ്പത്തിലെ കിട്ടുന്ന ആളുകൾ ഞാൻ ഇപ്പോഴുള്ള അധികം പറയുന്നതാണ്, anyone who is educated in Islam through madrasas is a potential terrorist. മദ്രസകളിലൂടെ ഇസ്ലാം മത വിദ്യാഭ്യാസം കിട്ടുന്ന ഏതൊരു വ്യക്തിയും എപ്പോൾ വേണമെങ്കിലും കൺവേർട്ടിബിൾ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആണ് സാർ. ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ചിലർ അങ്ങനെ ആവാം. കുഞ്ഞാലിക്കുട്ടി പോലെ ആൾക്കാർ പുറമെ അങ്ങനെ പറയാതെ ശാന്തരായിട്ട് ജീവിച്ച് മരിക്കുന്നവരുണ്ടാവാം. 99% അങ്ങനെ ആയിരിക്കാം. ഈ 1% എന്ന് പറയുന്നത് ആരും തിരഞ്ഞെടുക്കുന്നതല്ല, സ്വയം ആവുന്നതാണ്. ഭാഷയോട് ആര് പറഞ്ഞിട്ടാണ്? ഇപ്പൊ ജനാ കൃഷ്ണമൂർത്തി BJPയുടെ ഒരു പൊതു ചടങ്ങിൽ ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിലാണ് നിങ്ങൾക്ക് പോലീസ് ഫയൽസ് നോക്കാം. ജനാ കൃഷ്ണമൂർത്തി അല്ലാതെ SA ഭാഷയുടെ ജീവിതം ആക്രമിച്ചതിന്റെ പേരിലല്ല അയാൾ വാളെടുത്തത്. SA ഭാഷയുടെ വീട്ടിലേക്ക് BJPക്കാർ കല്ലെറിഞ്ഞതിന്റെ പേരിലല്ല സ്ഫോടനങ്ങൾ നടന്നത്. വിദ്യാസാഗർ സാറേ പറയൂ. എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഈ ഇസ്ലാമിന്റെ വിശ്വാസധാരയിലൂടെ കടന്നു വന്ന ആളുകളെ തന്നെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സൂഫികൾ. അതിലൂടെ വന്നവർ തന്നെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ദേശീയ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് നൂറിഷ ത്വരീക്കത്ത് എന്ന സംഘടനയാണ് കളമശ്ശേരി സ്ഫോടനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞിട്ട് ആ രേഖയിലുണ്ട്. അന്നത്തെ പോലീസ് DGP അന്വേഷിച്ച കേസാണത്. ആ നൂറിഷ ത്വരീക്കത്ത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടിത സൂഫി ഓർഗനൈസേഷൻ ആണ്. സൂഫി എന്ന പേര് ഞാൻ പറഞ്ഞു സാർ, പറയട്ടെ സാറേ, സൂഫി എന്ന പേര് ദുരുപയോഗം ചെയ്യാണ്. ഇപ്പോ ബുലേഷ എന്ന ആൾ അല്ലെങ്കിൽ മൻസൂർ, എന്താ പറഞ്ഞ മൻസൂർ? അനാൽ ഹക്ക് എന്ന് പറഞ്ഞു. അനാൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം തത്വമസിയുടെ അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മയുടെ വേറൊരു വേർഷനാണ്. ആ മൻസൂറിനെ എന്താ ചെയ്തത്? ഓരോ കഷ്ണം ഇറച്ചിയും ഇസ്ലാമിക പണ്ഡിതന്മാരെ മുറിച്ചെടുത്തിട്ടാ കൊന്നത്. ബുലേഷനെ എങ്ങനെയാ കൊന്നത്? അദ്വൈതം പറഞ്ഞതിന് പേരിലാ കൊന്നത്. അപ്പൊ ആ സൂഫി എന്ന് പറഞ്ഞ മതത്തെ നശിപ്പിച്ച് കഴിഞ്ഞു മുച്ചൂടും. ഇപ്പോൾ ഹാഫിസിന്റെ കവിതകളിൽ മാത്രമാണ് സൂഫിസം വായിക്കാൻ പറ്റുക. വെറും മുഖംമൂടി മാത്രമാണ് ഇപ്പോൾ ടെററിസ്റ്റുകളാണ് സൂഫി വേഷം അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സൂഫിസം എന്ന് പറഞ്ഞ് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മറ്റേ ഇതുണ്ടല്ലോ കക്കൂസ് ടാങ്കിൽ വീട് കാദിയാനികള് സൂഫികളെ പോലെ ശ്രീകൃഷ്ണനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്, ശ്രീരാമനെ അംഗീകരിക്കുന്ന ആളുകളാണ്. ആ കാദിയാനികളെ തൊട്ടാൽ കുളിക്കണം എന്നാണ് 99% വരുന്ന ഇസ്ലാമിക വിശ്വാസികൾ പറയുന്നത്. കാരണം ഇസ്ലാമിലെ പ്രവാചകരെ കൂടാതെ ശ്രീകൃഷ്ണൻ അടക്കമുള്ളവരൊക്കെ ആരാധ്യരാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോഴും കോഴിക്കോട് പട്ടാളം പള്ളിയിൽ നിങ്ങൾ പോണം. കോഴിക്കോട് പട്ടാളം പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വെണ്ടക്കയിൽ, കാദിയാനികൾക്ക് പ്രവേശനമില്ല. അതായത് ഇസ്ലാമിന്റെ ഈ ടൈറ്റ് ആയിട്ടുള്ള ഏകദൈവം എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന് അപ്പുറത്ത് ചിന്തിക്കാൻ തയ്യാറായ ആരും ഇസ്ലാമിനെ സംബന്ധിച്ച് ശത്രുക്കളാണ്. സൂഫികൾ ആരും ബുലേഷായോ അല്ലെങ്കിൽ മൻസൂറോ എന്നെ ആക്രമിച്ചെന്നോ അല്ലെങ്കിൽ LK അദ്വാനി കൊല്ലാൻ ശ്രമിച്ചെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇസ്ലാം മതത്തിൽപ്പെട്ട ഇസ്ലാമിന്റെ ടീച്ചിങ് പഠിക്കുന്ന മദ്രസകൾ പഠിക്കുന്ന ഏതൊരാളെയും എത്രയും എളുപ്പത്തിൽ ഒരു ടെററിസ്റ്റായി കൺവേർട്ട് ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ആ അധ്യാപനങ്ങളിൽ ടെററിസം എന്ന് തന്നെയാണ് സാർ.